അമേരിക്കയും ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ചകളിൽ വൻ പുരോഗതിയുണ്ടെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനകൾക്ക് ഇറാൻ അനുമതി നൽകിയതായി JD വാൻസ് അറിയിച്ചു. ഇസ്രയേൽ ലെബനനിൽ നടത്തിയ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ആരോപിച്ച് ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചുപൂട്ടുകയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെയാണ് ചർച്ചകൾ പ്രതിസന്ധിയിലായത്. തുടക്കത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും സ്വിറ്റ്സർലാൻഡിലെ ചർച്ചകൾ വിജയകരമായി മുന്നോട്ടു പോയെന്നും വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞെന്നും വാൻസ് കൂട്ടിച്ചേർത്തു. ആണവോർജ്ജ ഏജൻസിയുടെ ഇൻസ്പെക്ടർമാരെ തിരികെ പ്രവേശിപ്പിക്കാമെന്ന ഇറാന്റെ സമ്മതം അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നാഴികക്കല്ലാണെന്ന് വാൻസ് വ്യക്തമാക്കി. ഇറാനിലെ ആണവായുധ പദ്ധതികൾക്ക് ശാശ്വതമായി അന്ത്യം കുറിക്കുന്നതിനുള്ള ആദ്യപടിയാണിതെന്നും മേഖലയിൽ കൂടുതൽ സംഘർഷങ്ങൾ ഒഴിവാക്കാനും സമാധാനം ഉറപ്പാക്കുന്നതിനുമുള്ള നടപടികളിലേക്ക് അടുക്കുകയാണെന്നും JD വാൻസ് പറഞ്ഞു. ചർച്ചകളിൽ നിർണായക പുരോഗതിയുണ്ടായതായി ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയും നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു. ഒരു അന്തിമ കരാറിലെത്തുന്നതിനായി ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് വാൻസ് ചൂണ്ടിക്കാട്ടി. പ്രത്യേകിച്ച് ആഗോള ഊർജ്ജ വിതരണത്തിന്റെ 25% കടന്നുപോകുന്ന ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ നീക്കം ചെയ്യുന്നതും കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതുമടക്കമുള്ള കാര്യങ്ങളിൽ ഇനിയും നടപടികൾ ആവശ്യമുണ്ട്. ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകുന്നതുമായി ബന്ധപ്പെട്ട് ജാരഡ് കുഷ്നറും ഖത്തറും ചേർന്ന് ശ്രദ്ധേയമായ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചിട്ടുണ്ടെന്ന് വാൻസ് വെളിപ്പെടുത്തി. ഈ ആസ്തികൾ അൺഫ്രീസ് ചെയ്യുന്ന പ്രക്രിയയുടെ പൂർണ്ണമായ നിയന്ത്രണം അമേരിക്കയ്ക്കായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഈ പദ്ധതി പ്രകാരം ഇറാന്റെ ആസ്തികൾ വിട്ടുനൽകുകയാണെങ്കിൽ അത് അമേരിക്കൻ കർഷകർക്ക് കൂടുതൽ സാമ്പത്തിക നേട്ടമുണ്ടാക്കാനും അതുവഴി ഇറാനിലെ ജനങ്ങൾക്ക് ഭക്ഷണം ലഭ്യമാക്കാനും വേണ്ടിയായിരിക്കും ഉപയോഗിക്കുക എന്ന് വാൻസ് വിശദീകരിച്ചു. ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാന് സംസാരിക്കാൻ കഴിയില്ലെന്ന ട്രംപിന്റെ ഭീഷണികളെ ഉദ്ധരിച്ച ഇറാൻ പാർലമെന്റ് സ്പീക്കർ ഗാലിബാഫ് പല തീരുമാനങ്ങളും മുന്നോട്ടുവച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണിയെ തുടർന്ന് ഇറാൻ ചർച്ചകളിൽ നിന്ന് പിന്മാറിയതായും അമേരിക്കയുമായി നേരിട്ട് കൂടിക്കാഴ്ച നടത്താൻ വിസമ്മതിച്ചതായും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. 80 മിനിറ്റ് നീണ്ടുനിന്ന ഈ ചർച്ചകളുടെ ഫലം പിന്നീട് പാകിസ്ഥാനും ഖത്തറും പുറത്തുവിട്ടതായി ഗാലിബാഫ് വ്യക്തമാക്കി. ഒരു സംയുക്ത പ്രസ്താവനയിൽ പാകിസ്ഥാനും ഖത്തറും ചർച്ചകളെ പോസിറ്റീവും ക്രിയാത്മകവുമായാണ് കാണുന്നതെന്ന് വിശേഷിപ്പിച്ചു. അവരുടെ പ്രസ്താവന പ്രകാരം മുഴുവൻ മധ്യസ്ഥ പ്രക്രിയയുടെയും രാഷ്ട്രീയ മേൽനോട്ടം വഹിക്കുന്നതായി ഒരു ഉന്നതതല സമിതി സ്ഥാപിക്കാൻ ഇരുപക്ഷവും സമ്മതിച്ചു. ആണവ പ്രശ്നങ്ങൾ, ഉപരോധങ്ങൾ, നിരീക്ഷണം, തർക്കപരിഹാര സംവിധാനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രധാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ചീഫ് നെഗോഷിയേറ്റർ കമ്മിറ്റിക്ക് റിപ്പോർട്ട് നൽകുകയും വിവിധ വർക്കിംഗ് ഗ്രൂപ്പുകളെ നയിക്കുകയും ചെയ്യുമെന്ന് പ്രസ്താവനയിൽ പറയുന്നു. ശത്രുരാജ്യവുമായി ചേർന്ന് പ്രവർത്തിച്ചു എന്ന കുറ്റം ആരോപിച്ച് സമീപമാസങ്ങളായി 3000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്തതായി ഇറാന്റെ ജുഡീഷ്യറിയും അറിയിച്ചിട്ടുണ്ട്. ജനുവരിയിൽ നടന്ന ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങളെ തുടർന്ന് 50,000-ലധികം ആളുകളെ അറസ്റ്റ് ചെയ്യുകയും കടുത്ത അടിച്ചമർത്തലുകൾ നടത്തുകയും ചെയ്തതിനു പിന്നാലെയാണ് ഈ പുതിയ തടങ്കലുകൾ ഉണ്ടായിരിക്കുന്നത്. യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്ത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണങ്ങളെ സഹായിച്ച രാജ്യദ്രോഹികളായി പ്രവർത്തിച്ചവരെയാണ് ടെഹ്റാൻ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. അതേസമയം കടുത്ത രാഷ്ട്രീയ പ്രതിസന്ധികൾക്കൊടുവിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ തന്റെ രാജി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സ്വന്തം പാർട്ടിയായ ലേബർ പാർട്ടിയിൽ നിന്നും രാജ്യത്തെ പൊതുജനങ്ങളിൽ നിന്നും നേരിട്ട കടുത്ത സമ്മർദ്ദങ്ങളെ തുടർന്നാണ് ഈ അപ്രതീക്ഷിത നീക്കം. സ്റ്റാർമറുടെ രാജിയോടെ ഒരു പതിറ്റാണ്ടിനിടെ UK തങ്ങളുടെ 7ാമത്തെ പ്രധാനമന്ത്രി തിരഞ്ഞെടുക്കേണ്ടി വരും എന്നത് ബ്രിട്ടീഷ് രാഷ്ട്രീയത്തിലെ അസ്ഥിരതയെ വീണ്ടും അടിവരയിടുന്നു. 2024 പൊതു തെരഞ്ഞെടുപ്പിൽ ലേബർ പാർട്ടി നേടിയ വൻ വിജയത്തെക്കുറിച്ച് സംസാരിച്ച സ്റ്റാർമർ തന്റെ സർക്കാരിന്റെ നേട്ടങ്ങളായി കരുതുന്ന കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. സാമ്പത്തിക വളർച്ച, വർദ്ധിച്ചുവരുന്ന വേതനം, ഉയർന്ന നിക്ഷേപങ്ങൾ, അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾ, NHS കാത്തിരിപ്പ് പട്ടികയിലെ കുറവ്, തൊഴിലാളികൾക്കും വാടകക്കാർക്കും മെച്ചപ്പെട്ട അവകാശങ്ങൾ, പ്രതിരോധ മേഖലയിലെ ഉയർന്ന ചെലവഴിക്കൽ, ചെറിയ ബോട്ടുകളിലെ അനധികൃത കുടിയേറ്റം കുറയ്ക്കൽ, കുട്ടികളുടെ ദാരിദ്ര്യം ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ എന്നിവ അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.